കോൺഗ്രസ് വലിയ ക്രൈസിസിലാണ്, ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലും കേരളത്തിലും. കോൺഗ്രസ് സത്യത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തേണ്ട കാര്യം, കേന്ദ്രത്തിൽ BJPയും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും ഇൻവിൻസിബിൾ എന്ന് പറയാവുന്നൊരു സ്റ്റേജിലെത്തി എന്നുള്ളത് മാത്രമല്ല, ഒരു പാർട്ടിക്ക് അങ്ങനെ അപ്രമാദിത്വം കിട്ടുന്നത് എപ്പോഴും അപകടമാണ്. അത് ഇതുപോലെയുള്ള പാർട്ടികൾ ഒരു ജനാധിപത്യ പാർട്ടിയല്ല, രണ്ടും പൊട്ടൻഷ്യലി ഫാസിസ്റ്റ് ആയിട്ടുള്ള പാർട്ടികളാണ്. ഒന്ന് ചുവന്ന ഫാസിസമാണ്, മറ്റത് സാഫ്രോനാണെന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് തീരെ ജനാധിപത്യം അനുവദിക്കാത്ത പാർട്ടികളുമാണ്. രണ്ടിലും ഈ പറഞ്ഞ പോലെ ലോക കണ്ടകന്മാരായിട്ടുള്ള നേതാക്കന്മാരുമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വലിയൊരു അപകടമാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി ഈ BJP കേന്ദ്രത്തിലും CPM കേരളത്തിലും ജയിച്ചു കഴിഞ്ഞാൽ സംഗതി, ഇതിൻ്റെ മൊത്തം സംഗതി മാറും. അപ്പോൾ അത് ആകുന്നു എന്നുള്ളതല്ല, അതിനേക്കാളും ഈ കോൺഗ്രസ് രണ്ട് സ്ഥലത്തും ദുർബലമാകുന്നു എന്നുള്ളതാണ്. ഒരു പ്രതിപക്ഷം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രതിപക്ഷം ദുർബലമായ പിന്നെ ജനാധിപത്യം ഇല്ല. അപ്പോൾ അതാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ട കാര്യം. അതെ, തരൂർ ഫാക്ടർ എന്ന് പറഞ്ഞൊരു സംഗതി തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇതേ സംഗതി തന്നെയാണ്. ഇനി ഇത് വേറൊരു രീതിയിൽ വർക്കൗട്ട് ആകുന്നതാണ് തരൂരിൽ വരുന്നത്. ഇപ്പോൾ ഈ CPMൻ്റെ ഭരണം ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന് ഭയങ്കര അപകടമാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ കോൺഗ്രസ്സിൽ കുറവാണ്. കാരണം കോൺഗ്രസ്സുകാർ ഒന്നിനെ പറ്റി ആലോചിക്കുന്നില്ലല്ലോ. അവർക്ക് ആ ചിന്താശക്തിയുള്ളവർ കോൺഗ്രസ്സിൽ ധാരണയിൽ ചേരില്ല. അപ്പോൾ കോൺഗ്രസ്സിലില്ലെങ്കിലും പുറമേ ഉണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് ചിന്താഗതിക്കാരായിട്ടുള്ള കോൺഗ്രസിൻ്റെ താല്പര്യങ്ങൾ വച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ മനോരമ പത്രം, ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ആൻറ്റി കമ്മ്യൂണിസ്റ്റ്, ആൻറ്റി ലെഫ്റ്റ് സൈക്കോഫാൻസി, അത് അങ്ങനെയുള്ള ഘടകങ്ങൾ, അതുപോലുള്ള ശക്തികൾ അവർ ഈ കോൺഗ്രസിൻ്റെ ഒരു റിവൈവൽ ആഗ്രഹിക്കും. ഇപ്പോൾ കോൺഗ്രസ്സിന് ആ ലീഡർഷിപ്പ് ക്രൈസിസ് ഉണ്ട്. ഇപ്പോഴത്തെ നേതാക്കന്മാർ പോരാ കോൺഗ്രസ്സിനെ നയിക്കാൻ. കോൺഗ്രസ്സിനെ തിരിച്ച് ഫോർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ പാർട്ടിക്ക് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആളുകളുടെ ഇമാജിനേഷൻ പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു നേതാവ് വേണം. ഇപ്പോൾ BJPക്കാർ അദ്വാനിയെ മാറ്റിയിട്ട് മോഡിയെ കൊണ്ടുവന്ന പോലെ. അദ്വാനി എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ് ഇല്ലേ, എത്രയോ കൊല്ലം ഈ പാർട്ടി ഉണ്ടാക്കിയത് പുള്ളിയാണ്. പക്ഷേ അദ്വാനി പോരാ ഇലക്ഷൻ ജയിക്കാൻ എന്നുള്ളത് ആ സമയപ്പോഴത്തേക്ക് അതിൻ്റെ തിങ്ക് ടാങ്കുകൾക്ക് മനസ്സിലായി. അവർ മോഡി, അത് വലിയൊരു ചൂതാട്ടമാണ്. സാധാരണ രീതിയിൽ അദ്വാനിക്ക് പകരം വയ്ക്കാൻ പറ്റിയൊരു നേതാവേ അല്ല മോഡി. അദ്വാനിയുടെ സ്റ്റേച്ചർ എന്താണ്, മോഡി ഗുജറാത്ത് ഇട്ടാവട്ടത്തിനപ്പുറത്ത് പോകാത്ത ആളാണ്. സ്റ്റിൽ അതൊരു വലിയ ഗാമ്പിളായിരുന്നു. പക്ഷേ അത് വിജയിച്ചു എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ സതീശനാവട്ടെ, ചെന്നിത്തലയാവട്ടെ, മറ്റ് നേതാക്കന്മാരൊക്കെ, ഈവൻ KC ജോസഫ്, തിരുവഞ്ചൂരാണി, ഇവർ എത്രയോ കൊല്ലമായിട്ട് ഇവിടെ രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവരെ ഒന്നും വച്ചിട്ട് ഇനിയുള്ള കാലത്ത് കോൺഗ്രസ് ജയിക്കില്ല എന്ന തോന്നൽ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ വേറൊരു നേതാവ് വേണം. അവിടെയാണ് തരൂരിനെ ഇവർ ഇറക്കുന്നത്. തരൂരിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ തരൂർ രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടേതായ രീതിയിലാണ് പോകുന്നത്. രണ്ടാമത് ഇയാളൊരു വലിയ പണ്ഡിതനാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. മറ്റ് തരത്തിൽ ഒരു കോൺഗ്രസ്സുകാരന് സങ്കല്പിക്കാൻ പറ്റാത്തത്രയും വേറൊരു സ്റ്റേച്ചറുള്ള ആളാണ്. അത് ഈ ഇടത്തരക്കാരുടെ ഇടയിൽ, വിദ്യാസമ്പന്നരായ ആളുകളുടെ ഇടയിൽ, പട്ടണങ്ങളിൽ താമസിക്കുന്നവർ, കേരളത്തിൽ നമ്മൾ മിക്കവാറും പട്ടണങ്ങൾ അല്ലെങ്കിൽ നഗരപ്രാന്തങ്ങളിൽ താമസിക്കുന്നവരാണ്. അവരുടെ ഇടയിൽ ഇത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്യും. ആസ് അഗൻസ്റ്റ് പിണറായി വിജയൻ വളരെ ക്രൂഡായിട്ടുള്ളൊരു നേതാവാണ്. മനസ്സിലായി? അപ്പോൾ ആളുകൾ കുറേ കൂടി ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള, UN വലിയ ഉദ്യോഗം ഭരിച്ചിട്ടുള്ള, വലിയ ബിരുദം നേടിയിട്ടുള്ള, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന, ഇംഗ്ലീഷും മലയാളം, അപ്പോൾ അങ്ങനെ പിന്നെ വളരെ സുന്ദരമാണല്ലോ. ഈ ജനസംഖ്യയുടെ 50% വരുന്ന വിഭാഗത്തിൻ്റെ വോട്ട് പുള്ളിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഇത് എഴുതാൻ വേണ്ടി പറഞ്ഞല്ലോ. എല്ലാ തിരഞ്ഞെടുപ്പിലും പുള്ളിയെ ജയിപ്പിക്കുന്ന ഒരു ഘടകം ഇതാണ്. തരൂരിന് സന്തോഷപ്പെടും. വായിക്കാൾക്കാരെ എന്നെ കല്ലുവെച്ചറിയും. കമ്മ്യൂണിറ്റിയെ ഒന്നും ഇല്ല. പക്ഷെ ഞാൻ അതിലേക്ക് വരാം. ഇത് കമ്മ്യൂണിറ്റിയുടെ മാത്രം വിഷയമല്ലോ. പൊളിറ്റിക്സ് വേറെ ഒരു ലാർജർ ഗെയിമാണ്. അതിൽ കമ്മ്യൂണിറ്റി ഒരു ചെറിയ പാർട്ട് മാത്രമേ വരുള്ളൂ. ഓപ്പണായിട്ട് എൻഡോഴ്സ് ചെയ്യുന്ന വരും. എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു സാധനം വരികയാണെങ്കിൽ അത് വലിയൊരു സ്വീകാര്യത കിട്ടും. ഇപ്പോൾ കേരളത്തിൽ മറ്റേ AICC ഇലക്ഷനിൽ തന്നെ ഇയാൾ 1000-ൽ പരം വോട്ടുകൾ പിടിച്ചു.
അതിൽ തന്നെ 162 വോട്ടും മറ്റും കേരളത്തിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. നമുക്ക് അൺഒഫീഷ്യലായിട്ട് കിട്ടുന്ന അറിവാണ്. അപ്പോൾ തരൂർ വരികയാണെങ്കിൽ അതൊരു മാറ്റം ഉണ്ടാകും എന്ന് ഇവിടെയുള്ള ചില ആളുകൾ തിരിച്ചറിഞ്ഞു. തരൂർ തന്നെ ആവണമെന്നില്ല. തരൂർ ഇനി കേരള മുഖ്യമന്ത്രിയെ കളഞ്ഞരിച്ച് അങ്ങനെ ഇറങ്ങുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെയുള്ള ചില ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ അസന്തുഷ്ടരായ ആളുകൾ, അതെ, അതുപോലെയുള്ള മറ്റ് ആളുകളുണ്ടല്ലോ, ഇതുപോലെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയാൽ ശരിയാവില്ല, പിണറായി വിജയൻ ഇനി ആചന്ദ്രതാരം ഇവിടെ ഭരിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന ആളുകൾ, അവരുടെ താല്പര്യപ്രകാരം ആയിരിക്കണം. ഇത്രയും ആളുകളെ ഒരു ഒറ്റ അടിക്ക് കൂടെ നിർത്തണ്ടേ? അദ്ദേഹം സാധാരണ ഗതിയിൽ ഇപ്പോൾ പാണക്കാട്ടി ചെല്ലുന്നു, കുഞ്ഞാലിക്കുട്ടിയെ സ്വീകരിക്കുന്നു, തങ്ങൾ സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് പുള്ളി പെരുന്നേൽ വരുമ്പോൾ സാധാരണ ഗതിയിൽ അങ്ങോട്ട് കയറ്റ് പോലും ചെയ്യില്ല. ഇപ്പോൾ പെരുന്നേലിൽ ചെന്നാൽ നമ്മൾ അവിടെ ചെന്ന് ഇരിക്കണമെങ്കിൽ സുകുമാരൻ നായർ പറഞ്ഞാൽ എന്നാലേ ഇരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പുള്ളി വാതിലടച്ച് പോയിക്കളയും. അവിടെ ഒരു ബഹുമാന്യ സ്ഥാനത്ത് ഇദ്ദേഹത്തെ ഇരുത്തുന്നു. അതെങ്ങനെ സംഭവിച്ചു? അത് കഴിയുമ്പോൾ ക്ലിമിസ് കാതോലിക്ക ബാവ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. നമ്മുടെ തൃതീയൻ കാതോലിക്ക പുള്ളിയെ സ്വീകരിക്കുന്നു. ഇപ്പോൾ പുത്തൻകുരിശി പോയാൽ അവിടെ സ്വീകരിക്കും. കണിച്ചുകുളങ്ങരയിൽ ചെല്ലാത്തതുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് ഒരു ഈർഷ്യ. ചെന്നാൽ അദ്ദേഹത്തിൻ്റെ ആ പരിഭവമൊക്കെ അലിഞ്ഞു പോകും. അപ്പോൾ ഈ സാമുദായിക ശക്തികളുടെ പിന്തുണ അത് മാത്രമല്ല, അതിനേക്കാളുപരി മറ്റു തരത്തിലുള്ള സ്വീകാര്യത പുള്ളിക്കുണ്ട്. അപ്പോൾ ഇതൊരു ഷോ ഓഫ് സ്ട്രെങ്ത്താണ്. ഈ ചെല്ലുന്ന സ്ഥലത്തൊക്കെ പുള്ളിക്ക് സ്വീകരണം കിട്ടും. AP സുന്നിയും EK സുന്നിയും അദ്ദേഹത്തെ സ്വീകരിക്കും. മുജാഹിദും ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കും. അങ്ങനെ ഒരു വലിയ മതത്തിനും സമുദായത്തിനും അതീതമായ ഒരു പിന്തുണ പുള്ളിക്ക് കിട്ടും എന്ന ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ശക്തികളുണ്ടല്ലോ, ഈ UDF തിരിച്ചു കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, അവർ കൃത്യമായിട്ടുള്ള മെസ്സേജ് ഈ ഘടകകക്ഷികൾക്ക് കൊടുത്തിട്ടുണ്ട്, സമുദായ ശക്തികൾക്കും സമുദായ സംഘടനകൾക്കും കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് ശശി തരൂർ വെറുതെ ഞാൻ ശശി തരൂരാണെന്ന് പറഞ്ഞ് പെരുന്നേലേക്ക് എന്നാൽ പുള്ളി മൈൻഡ് ചെയ്യില്ല. മനസ്സിലായില്ലേ? ദേവലോകത്തിൽ എന്നാലും മൈൻഡ് ചെയ്യില്ല. ഒരുപാട് ആൾക്കാർ വരുന്നു പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണമുണ്ട്, പ്ലാൻ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തരൂർ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ പുള്ളിക്കാർക്കൊക്കെ ഇപ്പോൾ ഫീൽഡ് ചെയ്യണമെന്ന് വെച്ചാൽ 2026 ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും തരൂരെന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ചാൽ കിട്ടാത്തൊരു നിലയിലെത്തിക്കണം. അത് അതിൽ കാര്യമില്ല. ഇവിടെ ഏതാ കോൺഗ്രസ് ഉള്ളത്? ഇവിടെ ഇല്ലാത്ത സാധനം കോൺഗ്രസ് ആണല്ലോ. അല്ല, അത് ഞാൻ പറയാം. അപ്പോൾ ഇത് തരൂർ എന്ന് പറഞ്ഞാൽ ഒരു അൺക്വസ്റ്റ്യനബിൾ ലീഡറായിട്ട് എമർജ് ചെയ്ത് പോരണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ ഫീൽഡ് ചെയ്തേക്കുന്നത്. മനസ്സിലായി? കുറച്ച് കഴിയുമ്പോൾ തരൂർ ഗ്രൂപ്പ്, തരൂർ വിരുദ്ധ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 2 സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. A ഗ്രൂപ്പ് I ഗ്രൂപ്പൊക്കെ പോകും. അതിൻ്റെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ബാരിയേഴ്സൊക്കെ പോയിട്ട് തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, തരൂരിനെ എതിർക്കുന്നവർ, തരൂരിനെ സപ്പോർട്ട് ചെയ്യാത്തവർ എന്ന രീതിയിൽ CPM-നകത്ത് വരും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആളുകൾ തരൂരിൻ്റെ അടുത്തേക്ക് തള്ളിക്കയറാനാകുമ്പോൾ കോൺഗ്രസ്സുകാരുള്ള മക്കൾ, പ്രവർത്തകരൊക്കെ പുള്ളിയുടെ ഭാഗത്തേക്ക് പോകും. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ CPM-ൽ VS ഗ്രൂപ്പ്, പിണറായി ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കാലത്ത് VS-ന് കിട്ടിയ പോലത്തെ ഒരു സ്വീകാര്യത ജനങ്ങളുടെ ഇടയിൽ. അഴിമതിക്കെതിരായ കുരിശുദ്ധത്തിൻ്റെ പടനായകൻ സഖാവ് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നരേന്ദ്രമോദി വികസന നായകൻ എന്ന് പറഞ്ഞ പോലെ ഒരു സാധനമായിട്ട് ശശി തരൂർ കേരളത്തിൻ്റെ ഏകരക്ഷകൻ. ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണെന്നുള്ളതാണ് അതിൻ്റെ സങ്കടം. അവരൊക്കെ അപ്രസക്തരായി പോകുന്നു ഞാനിപ്പോൾ പ്രവചിച്ചാൽ ഈ പേപ്പർ വായിക്കുമ്പോൾ ഇവരൊക്കെ എനിക്ക് എതിരാളികളോ. അതങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുമില്ല, ഞാനതിന് ഉത്തരം പറഞ്ഞിട്ടുമില്ല. പക്ഷെ സംഭവിക്കാൻ പോണത് അത് തന്നെയാണ്. ഒരു സംശയം വേണ്ട. ഇവരൊക്കെ വളരെ ഈ സൂര്യൻ ഉദിച്ച് കഴിയുമ്പോൾ നക്ഷത്രങ്ങളൊക്കെ ആകാശത്ത് കാണാതായി പോകുന്ന പോലെ